മദ്യനയവുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വൻ അഴിമതിയിൽ ബാർ ഉടമകളുമായിട്ട് മാത്രമല്ല ആരുമായിട്ടും ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും പ്രസ്താവനകൾ പച്ചക്കള്ള. ഇവര് കഴിഞ്ഞ 2 മാസമായി ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തുകയാണ്. കഴിഞ്ഞ മാസം ആദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ പ്രതിമാസ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഈ മെയ് 21-ാം തീയതി ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ ബാർ ഉടമകൾ കൂടി പങ്കെടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച യോഗം വിളിച്ച ടൂറിസം വകുപ്പിന്റെ സൂം മീറ്റിംഗ് ആണ് നടത്തിയത്. ആ സൂമിന്റെ ലിങ്ക് എന്റെ കൈവശമുണ്ട്. അപ്പൊ നിരന്തരമായി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത മെയ് 21-ാം തീയതിയിലെ യോഗത്തിൽ ഈ ഡ്രൈ ഡേയെ കുറിച്ചും ബാറിന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് എറണാകുളത്ത് ചേർന്ന ബാർ ഉടമകളുടെ യോഗം പണപ്പിരിവിനുള്ള നിർദ്ദേശം നൽകുകയും അത് പുറത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അതിലൂടെ പുറത്തു വരികയും ചെയ്തു. 2 മന്ത്രിമാരും പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. ഔദ്യോഗികമായ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി ചീഫ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ എക്സൈസ് വകുപ്പിന്റെ അബ്കാരി നയത്തിന്റെ മാറ്റം വരുത്താൻ ടൂറിസം വകുപ്പിന് എന്താ കാര്യം? ടൂറിസം വകുപ്പിന് എന്താണ് ചുമതലപ്പെടുത്താൻ കാര്യം? അപ്പൊ ടൂറിസം വകുപ്പ് ഇതിന്റെ അകത്ത് വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അബ്കാരി പോളിസിയിൽ തയ്യാറാക്കേണ്ടത് എക്സൈസ് വകുപ്പാണ്. അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് എക്സൈസ് വകുപ്പാണ്. അവരാണത് പൈലറ്റ് ചെയ്യേണ്ടത്, എല്ലാം ചെയ്യേണ്ടത് അവരാണ്. അപ്പൊ ടൂറിസം വകുപ്പ് ഇതിന്റെ അകത്ത് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇന്നലെ ചേർന്ന UDF യോഗം എക്സൈസ് മന്ത്രി മാത്രമല്ല ടൂറിസം വകുപ്പ് മന്ത്രി കൂടി രാജിവെക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് ഞങ്ങൾ എടുത്തത്. ഇവർ രണ്ടുപേരും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് ഒരു 6 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് സർക്കാരിനോട്. ഒന്ന്, ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടത്? 2, ടൂറിസം വകുപ്പിന് ഒരു അൺനെസസറി ഹേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ അഴിമതിക്കും പിന്നിലുള്ള അനാവശ്യമായ തിടുക്കം അതെന്തിനായിരുന്നു? 3, 2 മന്ത്രിമാരും ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? 4, DGPക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അതെന്തിനു വേണ്ടിയാ? അഴിമതി മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ആരോപണം ഉന്നയിച്ചാലും അവർക്കെതിരായിട്ടാണ് അന്വേഷണം നടക്കുന്നത്. ഒരുപാട് സംഭവങ്ങളായി ഇപ്പൊ കേരളത്തിൽ. സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചു. സ്വപ്ന സുരേഷിനെതിരായിട്ട് പരാതി. മാധ്യമങ്ങൾ SFI സംസ്ഥാന സെക്രട്ടറിയുടെ വിജയത്തെ സംബന്ധിച്ച്, പരീക്ഷ എഴുതാതെ വിജയത്തിനെ സംബന്ധിച്ച് വാർത്ത കൊടുത്തു. പരീക്ഷ എഴുതാതെ വിജയിച്ച് ആളെ കുറിച്ചല്ല അന്വേഷണം നടത്തിയത്. അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തക ഉൾപ്പെടെയുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥി നേതാക്കന്മാർക്കും എതിരായിട്ടാണ് അന്വേഷണം നടക്കുന്നത്. സർക്കാരിനെതിരായി അഴിമതി വരുമ്പോൾ ഈ അഴിമതി പുറത്തു വരാനിടയായ സാഹചര്യത്തിന്റെ ഗൂഢാലോചനയെ കുറിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അത് എവിടത്തെ രീതിയാണ്? ഏത് രീതിയാണ്? DGPക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതിയും ഇതിനു മുൻപുള്ള അതേ പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. KM മാണിക്കെതിരായിട്ട് ബാർ കോഴയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ സർക്കാർ ആ മാതൃക സ്വീകരിക്കാറ്? ഇത്രയും വലിയ 2 വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അഴിമതി ആരോപണം വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാവൂ. ഇത് സംബന്ധിച്ച മന്ത്രിമാർ പറഞ്ഞത് സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് തെളിയിക്കുന്ന രേഖ ടൂറിസം വകുപ്പ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, അതായത് സൂം ലിങ്കാണ്, ഇൻവിറ്റേഷൻ ലിങ്കാണ് അയച്ചിരിക്കുന്നത്. അതിൽ ടോപ്പിക്ക് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആരാ അയച്ചിരിക്കുന്നത്? ഡെപ്യൂട്ടി ഡയറക്ടർ മാർക്കറ്റിംഗ് സെക്ഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം. എക്സൈസ് പോളിസിയുടെ റിന്യൂവൽ തീരുമാനിക്കാൻ വേണ്ടി സൂം മീറ്റിംഗ് ആര്? ടൂറിസം വകുപ്പ് നടത്തുന്നു. എന്തൊരു വിരോധാഭാസമാണ്. ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ്
അബ്കാരി പോളിസി തീരുമാനിക്കേണ്ട എക്സൈസ് വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്? 2, എന്തിനാണ് ടൂറിസം വകുപ്പ് അൺനെസസറി ഹേസ്റ്റ്, അനാവശ്യമായ ധൃതി കാണിച്ചത്? 3, 2 മന്ത്രിമാരും എന്തിനാണ് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞത്? 4, DGPക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനല്ലേ? 5, KM മാണിക്കെതിരായിട്ട് ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മാതൃക നിങ്ങൾ എന്തുകൊണ്ട് പിന്തുടരുന്നില്ല? 6, 2 മന്ത്രിമാർക്കെതിരായും 2 വകുപ്പുകൾക്കെതിരായും ഗുരുതരമായ അഴിമതി ആരോപണം വന്നിട്ടും മുഖ്യമന്ത്രി പതിവ് പോലെ എന്തുകൊണ്ടാണ് മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിക്കുന്നത്? ഇതാണ് ആര് ചോദിച്ചത്. സർക്കാർ പറയണം മറുപടി. അല്ല, സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ അന്വേഷിക്കുന്നത് എന്താ? ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി എന്നതിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അല്ലാതെ ഇതിൽ നടന്നിരിക്കുന്ന അഴിമതിയെ കുറിച്ചല്ല അന്വേഷിക്കുന്നത്. അതാണ് ഇതിലെ വിരോധാഭാസം. അതാണ് ഞാൻ നേരത്തെ ഉണ്ടായ സ്വപ്ന സുരേഷിന്റെ ആരോപണവും SFI സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ആരോപണവും വന്നപ്പോൾ അതിലെ ഗുരുതരമായ തെറ്റുകളെ കുറിച്ചല്ല അന്വേഷിച്ചത്. അത് എങ്ങനെ പുറത്തു വന്നു, എങ്ങനെ പുറത്തുപോയി എന്നാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. പോലീസ് അന്വേഷണം ഇത് പ്രഹസനമാക്കി മാറ്റിയാണ്, പ്രഹസനമായി മാറുകയാണ്. ഈ 2 മന്ത്രിമാരും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് UDFന്റെ ഡിമാൻഡ്. അല്ല, അത് അവരുടെ സ്വകാര്യമായ സന്ദർശനം, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ അവര് 2 പേരും പോയത് പച്ചക്കള്ളം പറഞ്ഞിട്ടാണ് പോയത്. അവർ 2 പേരും നിങ്ങളോടാണ് പറഞ്ഞത്, മാധ്യമപ്രവർത്തകരോടാണ്. ഒരു തരത്തിലുള്ള ചർച്ചയും നടന്നിട്ടില്ല. ചർച്ച നടത്തിയതിന്റെ ഡേറ്റും വിശദവിവരങ്ങളും അതിന്റെ ഗൂഗിൾ ലിങ്ക് ഇൻവിറ്റേഷനും അടക്കമാണ് ഞാനിവിടെ പറഞ്ഞത്. തെളിവായിട്ട് എന്റെ കയ്യിലുണ്ട്. ഇത് ടോപ്പിക് വെച്ചിട്ട് കൊടുത്തിരിക്കുക. അപ്പൊ അവരെന്തിനാണ് പറഞ്ഞത്? ഇന്നലെ പോകാൻ നേരത്ത് ടൂറിസം മന്ത്രി പറഞ്ഞത് തന്നെ ഒരു തരത്തിലുള്ള ചർച്ച. ഈ മെയ് 21-ാം തീയതിയിലത്തെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ബാർ ഉടമകൾ പൈസ കളക്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. വളരെ കൃത്യമായിട്ടല്ലേ ബാർ ഉടമ പറഞ്ഞിരിക്കുന്നത്? പണം കൊടുത്തില്ലെങ്കിൽ നടക്കില്ല, പണം കൊടുത്തില്ലെങ്കിൽ നടക്കില്ല, പണം കൊടുത്തില്ലെങ്കിൽ ഈ പോളിസിയിൽ മാറ്റം വരില്ല, പിന്നെ ഞങ്ങളെ കുറ്റം പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ പറഞ്ഞിരിക്കുന്നത്? ആ ബാർ ഉടമകൾ കൂടി ഉണ്ടായിരുന്നു ഈ മീറ്റിംഗിൽ. ബാർ ഉടമകളുടെ പ്രതിനിധികൾ കൂടി മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓഡിയോയില്. അവരുടെ കെട്ടിടത്തിന്റെ പണപ്പിരിവിനെ കുറിച്ച് അല്ല പറഞ്ഞിരിക്കുന്നത്. അവര് മീറ്റിംഗിന് അയച്ച അജണ്ടയിലും ഈ പണപ്പിരിവിനെ കുറിച്ച് അല്ല പറഞ്ഞിരിക്കുന്നത്. എക്സൈസ് പോളിസിയിലുള്ള ചേഞ്ച്, പിന്നെ എക്സൈസ് റെയ്ഡുകൾ നിരന്തരമായി നടക്കുന്നതിനെതിരായിട്ട്, അതായത് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ പണപ്പിരിവ്, ഇത് വേറെ പണപ്പിരിവാണ്, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ അനധികൃതമായ പണപ്പിരിവ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് അവരുടെ അജണ്ട. അല്ലാതെ അവരുടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പിരിവല്ല. അവർക്ക് ഇപ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് മാറ്റി കൊടുക്കണമെങ്കിൽ പൈസ കൊടുത്താലേ നടക്കുള്ളൂ എന്ന് വ്യക്തമായി. പിന്നെ അവർക്ക് ഒന്ന് പറയാൻ പറ്റുമോ ഇത് അതിനല്ല ഞങ്ങൾ പണപ്പിരിവിന് വേണ്ടിയിട്ടാണ് യോഗം നടത്തിയത്? അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്, നിഷേധിക്കുന്നത്. നടന്നതെന്നാന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അല്ല, പണം ഏതെങ്കിലും പാർട്ടിക്കാര് ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്കോ ഏതെങ്കിലും പാർട്ടി കമ്മിറ്റികൾക്കോ കൊടുത്തിട്ടുണ്ടാവും. കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസീറ്റും കൊടുക്കും. സംഘടന ഇടതുമുന്നണിയിലെ ഒരു ഘടക കക്ഷിയുടെ അധ്യക്ഷനാണ്. അതുകൊണ്ട് അദ്ദേഹം ഈ LDF യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം വഴി അല്ലെങ്കിൽ ഈ സംഘടനാ നേതാക്കൾക്ക് സർക്കാരിനെ സ്വാധീനിക്കുക വളരെ എളുപ്പമല്ലേ? അല്ല, ബാർ ഉടമയായ ഒരാൾ രാഷ്ട്രീയ പ്രവർത്തകനാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിവിടെ അംഗീകരിക്കപ്പെട്ട ഒരു ബിസിനസ്സാണ്. ലൈസൻസ് കൊടുത്ത് സർക്കാർ തുക വാങ്ങിച്ച് അങ്ങോട്ട് ഫീസ് വാങ്ങിച്ച് നടത്തുന്നൊരു പരിപാടിയാണ്. അങ്ങനെ ഒരാൾക്ക് LDFിലെ ഏതെങ്കിലും ഒരു ഘടകകക്ഷിയുടെ ഭാരവാഹി ആവാൻ പാടില്ല എന്നും അതിന്റെ നേതൃസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ അങ്ങനെ അഭിപ്രായപ്പെടില്ല. അതൊരു അംഗീകൃത ബിസിനസ്സാണ് കേരളത്തിൽ. അതൊരു ഷെയ്ഡി ബിസിനസ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സർക്കാർ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് ഷെയ്ഡി ബിസിനസ് ആണെന്ന് എങ്ങനെ പറയണം? ഞാനതൊന്നും പറയുന്ന ആളല്ല. അല്ല, അതൊന്നും പറഞ്ഞ് കയ്യടി മേടിക്കുന്ന ആളല്ല. അങ്ങനെയല്ല. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമായിരിക്കും.
അവർക്ക് ബന്ധങ്ങളുണ്ടല്ലോ. ഭരിക്കുന്ന ഗവൺമെന്റിന് ബാർ ഉടമകളായിട്ട് ബന്ധം വരുമല്ലോ. ഇപ്പൊ എല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാവർക്കും അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണല്ലോ ഇവരെല്ലാവരും. പക്ഷെ ഇത് ഒരു കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടി, അബ്കാരി പോളിസിയിൽ ചേഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണപ്പിരിവ് നടത്തിയത്. ഇത് മാറ്റിത്തരാം, കോഡ് ഓഫ് കോണ്ടക്ട് കഴിഞ്ഞാൽ ഇത് മാറ്റിത്തരാം എന്നാണ് ഓഫർ. അതിനു വേണ്ടിയിട്ട് അപ്പോൾ ഇവര് വന്നത് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ വിഷയം ഗൗരവതരമായി സർക്കാരിന്റെ മുമ്പിലുള്ള കാര്യമാണ്, സർക്കാർ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പണപ്പിരിവിനെ പറ്റി അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞാൽ അതല്ല പറഞ്ഞത് മന്ത്രിമാരാണ് നമ്മൾ ഞെട്ടിച്ചളഞ്ഞത്. ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ചർച്ച നടത്തിയതിന്റെ തെളിവാണ് ഞാൻ ഇവിടെ ഹാജരാക്കിയത്. ഇതേ ടോപ്പിക് വെച്ചിട്ട് നടത്തിയ ചർച്ച, ബാർ ഉടമകളുമായിട്ട് നടത്തിയ ചർച്ച, മെയ് 21 നടത്തിയ ചർച്ച. എന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ വേഗം പൈസ കളക്ട് ചെയ്ത് കൊടുക്കണം. കാരണം 4-ാം തീയതി കോഡ് ഓഫ് കോണ്ടക്ട് മാറുമെന്നാണ് ഇതിന്റെ അത് പറഞ്ഞത്. പെരുമാറ്റച്ചട്ടം മാറിയ ഉടനെ ഈ പോളിസി മാറ്റുമെന്നാണ്. സ്വാഭാവികമല്ലേ, അതങ്ങനെയല്ലേ വരുള്ളൂ. അപ്പൊ പറഞ്ഞതും അതും തമ്മിലുള്ള എന്താ ബന്ധം? അപ്പൊ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്രമല്ല, അബ്കാരി പോളിസിയെ കുറിച്ചുള്ള ചേഞ്ച് നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി, സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സബ്ജക്ട് കമ്മിറ്റിയിൽ വരെ ചർച്ച വന്നിട്ടുണ്ട്. പ്രതിപക്ഷം അവിടെ എതിർത്തിട്ടുണ്ട്. ഈ വിഷയം വന്നപ്പോ പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ എതിർത്തിട്ടുണ്ട്. ഈ വിഷയം വന്നപ്പോ അല്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത് ഇതെങ്ങനെ ഈ വാർത്ത പുറത്തു പോയെന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അല്ലാതെ ഈ അഴിമതി ആരോപണത്തെ കുറിച്ചല്ല ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. മന്ത്രി കൊടുത്ത പരാതിയാണ്. ആ പരാതിയിലും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് ഈ വാർത്ത എങ്ങനെ പുറത്തു പോയെന്നാണ്. നേരത്തെ നടന്ന സംഭവം പോലെ. അതല്ല ഏറ്റവും വിചിത്രമായ കാര്യം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അദ്ദേഹം മരുമകനാണല്ലോ, അല്ലാത്ത കാര്യമൊന്നുമില്ല. അല്ലാതാവില്ലല്ലോ. ടൂറിസം വകുപ്പ് ഇതിന്റെ അകത്ത് അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അബ്കാരി പോളിസിയിലെ ചേഞ്ച് വരുത്തേണ്ടത് എക്സൈസ് വകുപ്പാണ്. അതിൽ ടൂറിസം വകുപ്പിന് എന്താ കാര്യം? ടൂറിസം വകുപ്പ് എന്തിനാണ് മീറ്റിംഗ് വിളിക്കുന്നത്? ഈ ടോപ്പിക് വെച്ചിട്ട് ബാർ ഉടമകളുടെ യോഗം ടൂറിസം വകുപ്പ് വിളിച്ചു ചേർക്കുകയാണ്. എന്നിട്ട് ചർച്ച ചെയ്യാണ്, എന്നിട്ട് ആവശ്യപ്പെടുകയാണ്. ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയാണ് അബ്കാരി പോളിസിയിലെ ചേഞ്ചിനെ കുറിച്ച്. അതെന്താ അത് മനസ്സിലാവില്ല നമുക്ക്. രണ്ട് വകുപ്പല്ലേ. അതാണ് MP രാജേഷിനോടുള്ള ഞങ്ങളുടെ ചോദ്യം കൂടി അതാണ്. ഈ ടൂറിസം വകുപ്പ് അദ്ദേഹത്തിന്റെ വകുപ്പിൽ കൈകടത്തി എന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിന് ഉണ്ടോന്ന് കൂടി പറയണം. ഇത് നമ്മളിപ്പോ ഇതല്ലേ ആദ്യം പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ടൂറിസം വകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. വിത്ത് എവിഡൻസ് ആണ് ഞങ്ങൾ പറയുന്നത്. വ്യക്തിപരമായ ആക്ഷേപമല്ല, വിത്ത് എവിഡൻസ്. എന്നിട്ട് മന്ത്രിമാര് നുണ പറഞ്ഞു. രണ്ടുപേരും പച്ചക്കള്ളം. അല്ല, പ്രതിപക്ഷം സമര പരിപാടികളുമായിട്ട് ഇറങ്ങുവാണ്. ഞങ്ങളുടെ യുവജന സംഘടനകൾ, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് ഒക്കെ സമരങ്ങൾ, KPCCയുടെ സമരപരിപാടി അടുത്ത ദിവസം തന്നെ KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കും. UDF-ലെ ഘടകകക്ഷികൾ സമരവുമായി മുന്നോട്ട് പോകും. ആ സമരം കഴിഞ്ഞ് കഴിയുമ്പോൾ നിയമസഭയിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കും. നിയമസഭാ സമ്മേളനം ആരംഭിച്ചാൽ UDF-ന്റെ കൂടി ഒരു സമരം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും. നിരന്തരമായ സമരങ്ങൾ ഉണ്ടാവും. നമ്മൾ ഈ ഡിമാൻഡ് വെച്ചുകൊണ്ട് 2 മന്ത്രിമാര് രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഞങ്ങൾ എങ്ങനെയാ അറിയണത്? ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ലല്ലോ. സാമ്പത്തിക കാര്യ സമിതിയിൽ വന്നപ്പോ ഞങ്ങളുടെ അംഗങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. അല്ലാതെ ഞങ്ങളോട് ചർച്ച ചെയ്താലേ അംഗീകരിക്കാൻ പറ്റും. അല്ല, വാർത്തകള് വന്നിട്ട് ഇപ്പൊ ഇലക്ഷൻ അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ കോഡ് ഓഫ് കോണ്ടക്ട് അല്ലേ വരുന്നത്. ഞങ്ങൾ അതിനു മുമ്പ് ആദ്യം ഇത് വന്നത് സബ്ജക്ട് കമ്മിറ്റിയിൽ, അപ്പൊ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചാലല്ലേ പറയേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ റൂൾസ് ഫ്രെയിം ചെയ്ത്, ഉദ്യോഗസ്ഥന്മാര് ഫ്രെയിം ചെയ്ത് അസംബ്ലിയുടെ ടേബിളിൽ വയ്ക്കുമ്പോൾ ഞങ്ങൾ അറിയുള്ളൂ. ടേബിളിൽ വയ്ക്കുമ്പോൾ ഞങ്ങൾ ഒബ്ജക്റ്റ് ചെയ്യും. റൂൾസ് ഫ്രെയിം ചെയ്യാൻ വ്യത്യാസം വരുത്തണം, അമെന്റ്മെന്റ് നടത്തണം. അബ്കാരി റൂളിൽ അമെന്റ്മെന്റ് നടത്തിയിട്ട് അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയിട്ട് ടേബിൾ ചെയ്യും അമെന്റ്മെന്റ്. അപ്പോഴല്ലേ ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. UDF സർക്കാർ അന്ന് നിർത്തിയ ബാറുകൾ കഴിഞ്ഞ 8 വർഷത്തിനിടെ ഘട്ടംഘട്ടമായി ഏതാണ്ട് 10 ഇരട്ടിയെങ്കിലും ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പ്രതിപക്ഷം അത് കാര്യമായി എടുക്കാതിരുന്നൊരു വീഴ്ച സംഭവിച്ചു.
അല്ല ഇതിപ്പോ തുടങ്ങിയതല്ലല്ലോ, നേരത്തെ തുടങ്ങിയതാണ്. ഈ ബാറുകളുടെ എണ്ണം അനാവശ്യമായി വർദ്ധിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ പലവട്ടം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മദ്യനയം ഇപ്പോൾ പിണറായി വിജയൻ ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ 2016 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയോടൊപ്പം നടത്തിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, മദ്യവർജന സമിതിക്കാരെയും മദ്യനിരോധനക്കാരെയും ഞങ്ങൾ കൂട്ടി ഈ മദ്യം വ്യാപകമാക്കുന്നതിനെതിരെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. അന്ന് 29 ബാറുകളിൽ 5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം ബാർ അനുവദിച്ചതിനെ എതിർത്തോണ്ടായി പറഞ്ഞത്. 5 സ്റ്റാർ കിട്ടില്ല, അതുകൊണ്ടാണ് 5 സ്റ്റാറിന് കൊടുത്തത്. 5 സ്റ്റാർ തീരുമാനിക്കുന്ന വേറെ സെൻട്രൽ ഏജൻസിയാണ്. 5 സ്റ്റാർ ഒരു ഹോട്ടലിന് ഗ്രാന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ബാർ ഉണ്ടാണ്. അതാണ് 5 സ്റ്റാറിൽ 29 എണ്ണം തുടരാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ മദ്യവ്യാപനത്തെ ഞങ്ങൾ എതിർക്കും. മദ്യനിരോധന സമിതിക്കാർ ഒരുമിച്ച് LDF വരും, എല്ലാം ശരിയാവുന്നവർ. ആ പറഞ്ഞ ആൾ വന്നപ്പോഴാണ് ഇതെല്ലാം ശരിയാക്കി വ്യാപകമായി കൊടുത്തിരിക്കുകയാണ് കേരളത്തിൽ. ഈ രണ്ടാമത്തെ സർക്കാർ വന്നതിന് ശേഷം പിണറായി സർക്കാർ 130 ബാറുകൾ കൂടുതൽ, 130 ബാറുകൾ കിട്ടുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് മുഴുവൻ ഇതാണ്. എന്തായിരിക്കും അതിന്റെ താല്പര്യം? ആളുകൾക്ക് മദ്യം കഴിക്കുന്നതാണോ? സാമ്പത്തിക താല്പര്യം അല്ലാതെ എന്താ? ഞങ്ങൾ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിപ്പോ വ്യക്തമായ തെളിവുകൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. മറ്റത് KM മാണിയുടെ കാലത്ത് ഒരു ഫേവർ ചെയ്തില്ലല്ലോ. KM മാണിയുടെ കാലത്ത് ബാറ് പൂട്ടുന്നതിന് ബാറുകാർ കൊണ്ട് കാശ് കൊടുക്കും. ബാറ് പൂട്ടാൻ ഗവൺമെന്റ് തീരുമാനം എടുക്കുകയാണ്, ബാറുകളെല്ലാം അടച്ചുപൂട്ടാൻ. അപ്പൊ ബാർ ഉടമകൾ പൈസ കളക്ട് ചെയ്തുകൊണ്ട് ധനകാര്യ മന്ത്രിക്ക് പൈസ കൊടുക്കുക. അതെന്താ? അവർക്കൊരു ഫേവർ അല്ലല്ലോ ചെയ്ത്. അങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. KSU പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അത് KSU സംസ്ഥാന കമ്മിറ്റിയും NSU നേതൃത്വവും അത് പരിശോധിച്ച് വേണ്ട നടപടികൾ ചെയ്യും. അതറിയില്ല, അതെനിക്കറിയാം. അത് പറഞ്ഞല്ലേ, വളരെ വ്യക്തമായ തെളിവുകളല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒരു മൂന്നാമത്തെ മന്ത്രി കൂടി കള്ളം പറയാണ്. അദ്ദേഹത്തിന് അറിയില്ലാണ്ടായിരിക്കും. മറ്റവർ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും വ്യവസായ മന്ത്രി കൂടി പറഞ്ഞത്. ഞാൻ തെളിവാണ് ഹാജരാക്കിയത്. യോഗം നടന്നിട്ടുണ്ട്, ചർച്ച നടന്നിട്ടുണ്ട്. 3 സ്ഥലത്താണ് ഞാൻ പറഞ്ഞത്. 1 ചീഫ് സെക്രട്ടറിയുടെ യോഗം, 2 ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ യോഗം, 3 സാമ്പത്തിക കാര്യ സമിതിയിൽ ഇത് ചർച്ച ചെയ്തു. 3 സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെയ് 21 ചർച്ചയാണ് ഈ പിരിവിലേക്ക് നയിച്ചത്. അത് ടൂറിസം വകുപ്പാണ് ഇനിഷ്യേറ്റ് ചെയ്തത്. അതാണ് അത്ഭുതപ്പെടുന്ന കാര്യം. ശരി, നേരത്തെ പറഞ്ഞപ്പോ ജോസ് കെ മാണിയുടെ കാര്യം നേരത്തെ മറ്റൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല. ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അല്ല, അത് അവരിപ്പോ ഇടതുമുന്നണിയിൽ തുടരല്ലേ. അവർ ഇടതുമുന്നണിയിൽ തുടരട്ടെ. ഇടതുമുന്നണിയിൽ തുടരുന്ന ഒരു പാർട്ടിയെ കുറിച്ച് ഞങ്ങൾ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? അത് അവര് പറയണം. അവരല്ലേ പറയേണ്ടത്. അവരായിരുന്നല്ലോ അതിന്റെ ഏറ്റവും വലിയ വിക്ടിം. UDF-ഉം അതിലെ കേരള കോൺഗ്രസും മാനസാറുമായിരുന്ന ഏറ്റവും വലിയ വിക്ടിം. അത് അവരെ അഭിപ്രായം പറയട്ടെ. അവരെല്ലാം അതിൻ്റെ അകത്ത് അഭിപ്രായം പറയണം. നമ്മൾ അവരെ കുറിച്ച് അവരെ ഇടതുമുന്നണിയിലെ ഒരു കക്ഷി എന്ത് പറയണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഞങ്ങൾ അതിനകത്ത് ഈ മദ്യനയത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷ കക്ഷികൾ തണുത്തുറഞ്ഞിരിക്കുകയാണെന്നാണ് KCBC കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മദ്യനയത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം തണുത്തുറഞ്ഞിരിക്കുകയാണെന്നാണ് KCBC പറയുന്നത്. അല്ല, അവർ ഈ 800 ബാർ അനുവദിച്ച സമയത്ത് അവരെവിടെയായിരുന്നു? അല്ല, ഞാൻ ചോദിച്ചാണ്. വെറുതെ പ്രതിപക്ഷത്ത് ഇത് മിനിയാന്നല്ലേ ഇത് സംഭവം വന്നത്. അത് ഞങ്ങൾ സമരം തുടങ്ങി. അവരെന്തിനാ പ്രതിപക്ഷത്തോട് പറഞ്ഞത്? അവരെന്ത് ചെയ്യായിരുന്നു? 800 പ്രതിപക്ഷത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് 800 ബാർ അനുവദിച്ചപ്പോൾ UDF സമയത്ത് അവരെല്ലാം വളരെ ശക്തിയായി ഇതൊക്കെ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളുകളാണ്. ഇതെല്ലാം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളുകളാണ്. ഈ 29 ബാറിൽ നിന്ന് 800 ബാറായി വർദ്ധിച്ചപ്പോൾ അവരെന്ത് ചെയ്യുന്നു? തീർച്ചയായിട്ടും അവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം.